പ്രിയപ്പെട്ടവർ, ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി, ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവന്. ഇവിടെ ഉണ്ട് എന്നതിന് ഒരു കൂവലും, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് താഴെയിട്ട ഒരു തൂവലും, ഇനിയുമുണ്ടാകുമെന്നതിന് അടയിരുന്നതിൻ്റെ ചൂടുമാണ് മഴനിലാവ്. നമ്മുടെ കണ്ണീര് തുടക്കാൻ കിട്ടാവുന്ന ഏറ്റവും നല്ല തൂവാല മറ്റൊരു മനുഷ്യൻ്റെ കൈത്തലമാണ് എന്ന ഏറ്റവും ഉന്നതമായൊരു തിരിച്ചറിവിൻ്റെ അങ്ങേയറ്റം ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് എല്ലാ ഉപാധികളുടെയും അപ്പുറത്ത് എല്ലാ മതിലുകളെയും ഇല്ലാതാക്കി മനുഷ്യരിങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്ന സന്ദർഭം. ഈ അടുത്ത് കണ്ട ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് തന്നെ മനോഹരമാണ്. ഫീലിംഗ് ത്രൂ എന്നാണ്. ഫീലിംഗ് ത്രൂ. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഫീലിംഗ് ത്രൂ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? ഫീലിംഗ് ത്രൂ. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ ഇങ്ങനെ ആടിപ്പാടി അങ്ങാടിയിലൂടെ നടക്കുക. സന്ധ്യയായി, രാത്രിയായി, ഇരുട്ട് മൂടി. അവൻ്റെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൂട്ടുകാരിയുടെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ റിപ്ലൈ, അവൻ്റെ മറുപടി ഒന്ന് കുറച്ച് വൈകുമ്പോഴേക്ക് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കുറേ നേരം അവനവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ചങ്ങാതിമാരൊക്കെ വീട്ടിൽ പോയി. ഇവൻ ഇത്ര നേരമായിട്ടും പോയിട്ടില്ല. അങ്ങനെ അവനങ്ങനെ ആ അങ്ങാടിയിലൊരു ചെരുവിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അസമയമാണ്. കുറേ അപ്പുറത്ത് ഒരാളിങ്ങനെ കൈ നീട്ടി നിൽക്കുന്നുണ്ട്. ഒരു പരിചിതമല്ലാത്തൊരു രൂപം. കൈ നീട്ടി ഒരാളിങ്ങനെ നിൽക്കണം. ആ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഒരാളുടെ സൈഡും കാണുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സിലായി സംസാരിക്കാൻ കഴിയാത്ത, കാഴ്ചയില്ലാത്ത, കേൾവിശക്തി ഇല്ലാത്ത ഒരാളാണ്. അയാളിങ്ങനെ പിടിച്ചിട്ടില്ലേ, ഇവിടെ ഒരു പുസ്തകത്തിൽ അയാളിങ്ങനെ 1-2 വരികൾ എഴുതിയിട്ടുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: എന്നെ എൻ്റെ ബസ്സിൽ കയറാനൊന്ന് സഹായിക്കുമോ? എനിക്ക് പോകേണ്ടത് 42 എന്ന സ്ട്രീറ്റിലേക്കാണ്. അവിടേക്കുള്ള ബസ്സിലേക്ക് കയറാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? ഇവൻ്റെ മനസ്സിൽ എന്തോ ഒരു അലിവുണ്ട്. ഇവൻ അയാളിങ്ങനെ തൊട്ടപ്പോൾ അയാൾ ഒന്നിങ്ങനെ റിജക്റ്റ് ചെയ്തു ആദ്യം. പിന്നെ അയാൾക്ക് മനസ്സിലായി എന്നെ സഹായിക്കാൻ ഒരാൾ വന്നതാണ്. അങ്ങനെ അവൻ അയാളുടെ കൈ ഇങ്ങനെ പിടിച്ച് അവരിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം. അങ്ങനെ ഒരു ചെറിയ കഫ്റ്റീരിയ ഉണ്ട്. ആ കഫ്റ്റീരിയയിലേക്ക് അവൻ ഇദ്ദേഹത്തെയും കൊണ്ടിങ്ങനെ ചെന്ന് അവിടെ നിന്നൊരു വെള്ളം വാങ്ങി. ഇദ്ദേഹം കുറച്ച് $, ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ആ വെള്ളത്തിൻ്റെ പൈസ കൊടുത്ത് ബാക്കിയുള്ള പൈസ ഇല്ലേ അത് ഇയാളുടെ ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ അതിൽ നിന്ന് കുറച്ച് $, ഇവൻ പതുക്കെ അവൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. കാരണം ഇയാൾക്ക് കണ്ണ് കാണില്ലല്ലോ. അങ്ങനെ രണ്ടാളും ബസ് സ്റ്റോപ്പിലേക്ക് വീണ്ടും പോയി ഇരുന്ന്. ബസ്സിന് ഇനിയും സമയമുണ്ട്. ഇയാൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് ഈ പുസ്തകത്തിൽ എഴുതുകയാണ് ചെയ്യുക.
അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു നോട്ട് ബുക്ക് ഉണ്ട്. അതിലിങ്ങനെ എഴുതും, വാട്ട്സ് യുവർ നെയിം, അങ്ങനെ കാണിച്ചു കൊടുക്കും. പിന്നെ തിരിച്ചെങ്ങനെയാണ് നമ്മൾ മറുപടി പറയാമെന്നറിയോ? എഴുതിയാൽ അയാൾക്ക് വായിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ എഴുതി കൊടുക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. കയ്യിൽ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ താളത്തിൽ നിന്ന് പിടിക്കും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിനിടയിൽ ഇവൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ ഇത്ര വൈകിയത്? അസമയമായില്ലേ, എന്തേ ഇത്ര വൈകിയത്? വൈ യു ലേറ്റ് എന്ന് ചോദിച്ചു. കയ്യിലിങ്ങനെ എഴുതിയിട്ട് ചോദിച്ചു. അപ്പോൾ ഇയാളൊന്നിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊരാളെ കാണാൻ വന്നതായിരുന്നു, അങ്ങനെ ലേറ്റ് ആയതാണെന്ന് പറഞ്ഞേ. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ഇവനോട് പുസ്തകത്തിൽ എഴുതി ചോദിച്ചു, വൈ യു, നീ എന്താ ഇത്രയും ലേറ്റ് ആയത്? അസമയമായില്ലേ, എന്താ വീട്ടിൽ പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എഴുതണ്ടേ. അവൻ ഇയാളുടെ കൈ ഇങ്ങനെ പിടിച്ചു. അപരിചിതമായ ആ കൈത്തലത്തിൽ അവനിങ്ങനെ എന്തോ എഴുതാൻ തുടങ്ങി. എന്നിട്ട് മായ്ച്ചു കളഞ്ഞു. പിന്നെയും എന്തോ എഴുതാൻ തുടങ്ങി, പിന്നെയും മായ്ച്ചു കളഞ്ഞു. പിന്നെ അവൻ എഴുതി സെയിം, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്ന് അങ്ങനെ ലേറ്റായതാണ്. ബസ് വരാൻ സമയമായപ്പോഴേക്ക് ഇവർ അടുത്ത ചങ്ങാതിമാരെ പോലെയായി. ബസ് വന്നു. ഇവൻ ഇദ്ദേഹത്തെ ഇങ്ങനെ ബസ്സിനകത്തേക്ക് കയറ്റിയിട്ട് ഇരുത്തി. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലം ഇന്നതാണ്, അദ്ദേഹത്തെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇദ്ദേഹത്തിനോട് അവസാനമായി ഒരു കാര്യം ചോദിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ആയുസ്സിലൊരിക്കലും അവർ കണ്ടുമുട്ടില്ല. ഇവൻ അദ്ദേഹത്തോട് അവസാനമായി ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ ആ മനുഷ്യനോട് ആ സന്ദർഭത്തിൽ അവൻ ചോദിച്ചു, ആർ യു ഓക്കെ എന്ന് ചോദിച്ചു. കയ്യിലിങ്ങനെ എഴുതിയിട്ട് ആർ യു ഓക്കെ. അപ്പം അദ്ദേഹം അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റു. എന്നിട്ട് അവൻ്റെ കൈ ഇങ്ങനെ വാങ്ങി. ആ കയ്യിൽ എഴുതുന്ന എന്താണെന്നറിയോ? ഐ ആം ഓക്കെ. എന്നിട്ട് അതിങ്ങനെ മായ്ച്ചു. എന്നിട്ട് ആ കുട്ടിയുടെ 17 വയസ്സുള്ള ആ കൗമാരക്കാരൻ്റെ കൈത്തലത്തിൽ അദ്ദേഹം എഴുതിയത് എന്താണെന്നറിയോ? യു വിൽ ബി ഓക്കെ, യു വിൽ ബി ഓക്കെ. സാരല്ല, ഒക്കെ ശരിയാവും. ഇവനവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് ബസ്സിൽ നിന്ന്. എന്നിട്ട് ഇവനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് സ്ട്രീറ്റിലൂടെ. പിന്നെ ഇവനൊരൊറ്റ കാര്യം ചെയ്യുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് മോഷ്ടിച്ച ആ $10 ഇല്ലേ, അത് കിടന്നുറങ്ങുന്ന ഒരു യാചകൻ്റെ തലയിണയുടെ താഴെ ഇങ്ങനെ വെക്കുന്നുണ്ടവൻ. എനിക്ക് വേണ്ട ആ പൈസ. എന്നിട്ട് ആ സ്ട്രീറ്റിലൂടെ ഇവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നിടത്ത് ആ ഷോർട്ട് ഫിലിം അവസാനിക്കും. യു വിൽ ബി ഓക്കെ. സത്യത്തിൽ അവന് ഇത്ര നേരമായിട്ടും വീട്ടിൽ പോകാത്തതിൻ്റെ കാരണം അവനൊരു വീടില്ലാത്തത് കൊണ്ടായിരുന്നു. മറുപടി അയക്കാൻ സെക്കൻഡുകൾ വൈകുമ്പോഴേക്ക് ദേഷ്യപ്പെടുന്ന അവൻ്റെ കൂട്ടുകാരിക്ക് ഇത്ര നേരമായും ഇത്ര കാലമായും മനസ്സിലാകാത്ത ഒരു കാര്യം, അവൻ്റെ കൂടെ ആടിപ്പാടി നടക്കുന്ന ചങ്ങാതിമാർക്കൊന്നും പിടുത്തം കിട്ടാത്ത ഒരു കാര്യം, ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ കണ്ണും കാതുമില്ലാത്ത ഒരു മനുഷ്യന് മനസ്സിലായി. ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയെ പോലും സ്വാധീനിച്ചിട്ടുള്ള വലിയ എഴുത്തുകാരനും ദാർശനികനും. യുദ്ധം കാരണം ഇങ്ങനെ വല്ലാതെ മെലിഞ്ഞു പോയ റഷ്യയുടെ തെരുവിലൂടെ ലിയോ ടോൾസ്റ്റോയ് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. വിശന്നൊട്ടിയ വയറ്, വറ്റിയ ചുണ്ട്, ഉണങ്ങിയ മുഖം. ടോൾസ്റ്റോയുടെ നേരെ അവനിങ്ങനെ കൈ നീട്ടുന്നുണ്ട്, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട്. ടോൾസ്റ്റോയ് അവനെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കീശയിൽ കൈയിട്ട്, പക്ഷേ കീശയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഓട്ടക്കീശയായിരുന്നു. ടോൾസ്റ്റോയ്ക്ക് സങ്കടമായി. അദ്ദേഹം അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തല്ലൂടി. എന്നിട്ട് പറഞ്ഞു, അനുജ, മൈ ബ്രദർ, എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല, പിന്നെ
കാണുമ്പോൾ എന്തെങ്കിലും ഞാൻ തരാട്ടോ. അപ്പോൾ അയാളെന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളൊന്നും തരണ്ട, നിങ്ങൾ എന്നെ അനുജാന്ന് വിളിച്ചില്ലേ, അത് മതി. എന്നെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്നെ അനുജാന്ന് വിളിക്കണം, അപരിചിതനായൊരു മനുഷ്യൻ, അത് മതിയെന്ന്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിലേക്കുള്ള പാലാണ് അത്, സ്നേഹം. ഇതേ ലിയോ ടോൾസ്റ്റോയ് മരിച്ചത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ? വീടിൻ്റെ അകത്തുണ്ടായൊരു കലഹമാണ്, സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയി. വീടിൻ്റെ അകത്തൊരു കലഹം, നിരന്തരമായ കലഹം. നിൽക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരു രാത്രിയിൽ നടന്ന് കുറേ ദൂരെത്തി. പുലർച്ചെ ആകാൻ തുടങ്ങിയപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടു. അതിനകത്തേക്ക് കയറിയിരുന്നു. അവിടെ ഒരു സിമൻറ്റ് ബെഞ്ചുണ്ട്. ആ സിമൻറ്റ് ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കിടന്നു, മരിച്ചു. രാവിലെ വന്ന് തൂപ്പുകാരാണ് മഞ്ഞിൽ പൊതഞ്ഞു കിടക്കുന്ന മൃതദേഹം കണ്ടത്. രാജാവിനെ പോലെ മരിച്ചു പോകേണ്ടിയിരുന്ന മനുഷ്യനാണ്. വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ അപ്പസ്താവ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ 82 വയസ്സുള്ള ലിയോ ടോൾസ്റ്റോയ് 1910 നവംബർ 20 മരിച്ചുപോയി. എവിടെയാണോ സ്നേഹം നഷ്ടപ്പെടുന്നത് അവിടെ മനുഷ്യനിങ്ങനെ അനാഥമാകും, മനുഷ്യനിങ്ങനെ വരളും, മനുഷ്യൻ എല്ലാ ആൾക്കൂട്ടങ്ങളുടെയും നടുവിൽ ഒറ്റക്കാവും. അങ്ങേയറ്റം യാന്ത്രികത ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു നാടാണ്, ജീവിതമാണ് നമ്മുടേത്. അങ്ങേയറ്റം യാന്ത്രികമാണ്. വിരൽ തുമ്പ് കൊണ്ട് സംസാരിക്കുന്ന കാലം അല്ലേ? വിരൽ തുമ്പ് കൊണ്ട് സംസാരിക്കുന്നു. അങ്ങേയറ്റം യാന്ത്രികമായി കൊണ്ടിരിക്കണം നമ്മൾ. നീഷെ എന്ന വലിയ എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടല്ലോ, നീഷയുടെ എഴുത്തുകളിലൊക്കെ അങ്ങേയറ്റ സ്നേഹവും ലാളിത്യവും ഉണ്ട്, നനവുണ്ട്. ഒരിക്കലും അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് നിന്ന് വീണ് വലിയ പരിക്ക് പറ്റി. അദ്ദേഹത്തിന് പെന്ന് വെച്ച് എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു കമ്പനി അദ്ദേഹത്തിന് ടൈപ്പ് റൈറ്റർ കൊടുത്ത് സമ്മാനമായിട്ട് കൊടുത്തു. പിന്നെ അദ്ദേഹം എഴുതുന്നതൊക്കെ ടൈപ്പ് റൈറ്ററിലാണ്. പിന്നെ ഇറങ്ങിയ ആദ്യത്തെ പുസ്തകം വായിച്ചിട്ട് ആരൊക്കെയോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിങ്ങളുടെ എഴുത്തിന് എന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ട്, പഴയ ഒരു നനവില്ല, പഴയ ഒരു ആർദ്രത കാണുന്നില്ല, എവിടെയൊക്കെയോ ഒരു ആർദ്രത നഷ്ടപ്പെട്ടതുപോലെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇപ്പം ഞാൻ എഴുതുന്നത് ടൈപ്പ് റൈറ്റർ കൊണ്ടാണ്. ടൈപ്പ് റൈറ്റർ വന്നതോടുകൂടി എൻ്റെ എഴുത്തിന് യാന്ത്രികത വന്നു എന്ന് എനിക്കെന്നെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. മഹാനായൊരു എഴുത്തുകാരന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം ടൈപ്പ് റൈറ്റർ എന്നൊരു യന്ത്രം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ദുർബലരായ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇത്രയേറെ സ്ക്രീൻ ടൈം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ എത്ര യാന്ത്രികമായി തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വെറുതെ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ. പരിഹാരം ഒന്നേ ഉള്ളൂ, മനുഷ്യനിലേക്ക് ഇങ്ങനെ കുറച്ചുകൂടെ അടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും തേടിപ്പോവുക എന്നല്ലാതെ മറ്റ് പരിഹാരങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികളുടെ കൂടെ അവിടെ ഒരു വലിയ പ്രളയവും ഉണ്ടായി. വലിയ പ്രളയം ഉണ്ടായി. ഡാന്യൂബ് നദി ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകി. വിയന്ന പട്ടണം മുഴുവനും വെള്ളം കവർന്നെടുത്തു. റോട്ടിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ കുതിച്ചൊഴുകയാണ്. അപ്പോൾ ഈ കടകളിലൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, വീട്ടിലൊക്കെ ഉള്ള ആളുകൾ വീടിൻ്റെ മുകളിൽ കയറിയിട്ട്, കടയുടെ മുകളിലൊക്കെ കയറിയിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടു നിൽക്കുക. ആ സമയത്ത് ഒരാൾ ആ വെള്ളത്തിലേക്ക് വീണുപോയി. ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണുപോയി. അയാളിങ്ങനെ ഒലിച്ചു പോകുന്നത് ആളുകൾക്കൊക്കെ നോക്കി നിൽക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആ സമയത്ത് ഒരാളിങ്ങനെ അയാളുടെ കോട്ടൊക്കെ അഴിക്കാൻ തുടങ്ങുകയാണ്, ഇയാളെ രക്ഷിക്കാൻ ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകളൊക്കെ അയാളോട് പറഞ്ഞു, ചാടണ്ട, അയാൾ ജൂതനാണ്. ഒരു ജൂതൻ പോയാൽ അത്രയും നല്ലതല്ലേ, അതുകൊണ്ടൊരു ജൂതനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങണ്ട എന്ന് പറയാം. ഇയാളത് കേൾക്കണില്ല. ഇയാൾ പറഞ്ഞു, ജൂതനല്ല, അയാൾ ജർമ്മൻകാരനാണ്, ജൂതനല്ല.
ആളുകൾ പിന്നെ അയാളോട് തർക്കിക്കുകയാണ്, ജർമ്മനി അല്ല, അയാൾ ജൂതനാണ്, അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങണ്ട, ഒരു ജൂതൻ പോയാൽ അത്രയും നല്ലത് എന്ന് പറയുക. ഇയാളത് കേട്ടില്ല. ഡ്രസ്സ് അഴിച്ചിട്ട് അയാൾ ആ വെള്ളത്തിലേക്ക് ചാടി കുത്തിയൊഴുകുന്ന മഴയെയും പേമാരിയെയും വകവെക്കാതെ ആ മനുഷ്യനെ രക്ഷിച്ചെടുത്ത് കരയിലേക്ക് കൊണ്ടുവന്നിട്ടു. അപ്പോൾ ആളുകളൊക്കെ ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണല്ലോ, ഇയാൾ ജൂതനല്ല, നമ്മുടെ ആളാണല്ലോ, ജൂതനല്ല, നമ്മുടെ ആളാണല്ലോ. ആ രക്ഷിക്കാൻ വേണ്ടി ചാടിയ ആളില്ലേ, അയാളിങ്ങനെ അപ്പുറത്ത് പോയിട്ട് അയാളുടെ കുപ്പായൊക്കെ എടുത്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇയാൾ ജൂതനല്ല? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങൾക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ പറഞ്ഞു, ഞാനൊരു ജൂതനാണ്. അയാൾ എന്നെ പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, അയാൾ എൻ്റെ മുഖത്തേക്കൊക്കെ തുപ്പാറുണ്ട്, അയാൾ എന്നെ അശ്ലീലം വിളിക്കാറുണ്ട്. ഞാനൊരു ജൂതനാണ്. അയാളൊരു ജൂതനല്ല എന്നും ജർമ്മൻകാരനുമാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടി നിന്ന ആൾക്കൂട്ടത്തിന് ഒന്നും പറയണ്ടായിരുന്നില്ല. അവരിങ്ങനെ തലതാഴ്ത്താൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഫിറാഖ് എന്നൊരു സിനിമയുണ്ട്. ഫിറാഖ്, ഒരു നാട്ടിലൊരു അത്ര നല്ലതല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാവുക, സമൂഹങ്ങൾ തമ്മിൽ ശത്രുക്കളാവുക. അതിനിടയിലൊരു അച്ഛനും മോനും ഇങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്, അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കഥാപാത്രം ഒരച്ഛനും മോനുമാണ്. മോൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ ഓടുകയാണ് അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്, ആരും കാണാതെ. ആ സമയത്ത് ആ അച്ഛൻ്റെ തലയിലേക്ക് ഒരു അമ്മിക്കല്ല് വന്ന് വീഴും. കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛനിങ്ങനെ പെടഞ്ഞു മരിക്കും. കുട്ടി ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ പഴയ അയൽവാസിയാണ് അമ്മിക്കല്ലിട്ടത്. വെറുപ്പുകൊണ്ട് ഇങ്ങനെയുള്ള കഥകൾ മാത്രമേ ബാക്കിയാവുള്ളൂ. സ്നേഹം കൊണ്ട് ബാക്കിയാകുന്ന കഥകളുണ്ടാവും. വരാനിരിക്കുന്ന തലമുറകൾക്കും പറയാൻ കഥകളുണ്ടാവും. രണ്ട് ചങ്ങാതിമാരിങ്ങനെ നടന്നു പോയ കഥ കേട്ടിട്ടില്ലേ? യാത്ര. യാത്രക്കിടയിൽ ഒരാൾ ഒരു കലഹമുണ്ടായി, അവരുടെ ഇടയിൽ ബഹളുണ്ടായി. ഒരാൾ മറ്റേയാളെ അടിച്ചു. അടി കിട്ടിയെന്നല്ലാതെ തിരിച്ചൊന്നും ചെയ്തില്ല. ഇയാളിങ്ങനെ താഴെ ഇരുന്ന് മണലിൽ എഴുതി വെച്ചു, മണലിൽ, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. യാത്ര തുടർന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞൊരു പുഴ കടന്ന് പോകുന്നതിനിടയിൽ, നേരത്തെ അടി കൊണ്ട ആളില്ലേ, ഇയാൾ പുഴയിലൂടെ കല്ല് ചവിട്ടിങ്ങനെ പോകുന്നതിനിടയിൽ വീഴാൻ പോയി. മറ്റേയാളിങ്ങനെ പിടിച്ചു, വീഴാതെ കാത്തു. കരയിലേക്ക് എത്തിയ ഉടനെ അയാളുടെ ഭാണ്ഡത്തിൽ നിന്ന് കത്തിയെടുത്തിട്ട് പാറയിലിങ്ങനെ എഴുതി വെച്ചു, കൊത്തിവെച്ചു. പാറയിലിങ്ങനെ കൊത്തിവെച്ചു. എന്തെന്നറിയോ? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ വീഴാതെ രക്ഷപ്പെടുത്തി. അപ്പം മറ്റേ ചങ്ങാതി ചോദിച്ചു, അതെന്താ? ഇന്നാൾ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത്, ഇപ്പം ഞാൻ രക്ഷപ്പെടുത്തിയപ്പോൾ പാറയിലാണല്ലോ കൊത്തിവെച്ചത്. അതങ്ങനെയാണ്. നമ്മൾ കലഹിച്ച കാര്യങ്ങളൊക്കെ മണലിൽ എഴുതിയാൽ മതി. ഒരു കാറ്റ് വന്ന് അതിനെ മറിച്ച് കളയട്ടെ. വരാനിരിക്കുന്ന ഒരാളും അത് അറിയണ്ട, നമ്മുടെ മക്കളൊന്നും അറിയണ്ട. പക്ഷേ നമ്മൾ സ്നേഹിച്ചത് അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന കഥകൾ അങ്ങനെയല്ല. അത് പാറയിൽ കൊത്തിവെക്കണം. വരാനിരിക്കുന്നവരും അതിനെക്കുറിച്ച് പറയണം. ബൈബിളിലും ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചരിത്രമുണ്ട്, ജോസഫിൻ്റെ ചരിത്രം. യൂസഫ്, അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാർ അദ്ദേഹത്തെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞു. അസൂയായിരുന്നു അനുജനോട്. അനുജനോട് അച്ഛൻ എന്തോ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായപ്പോൾ ചേട്ടന്മാർക്ക് അസൂയയായി. അങ്ങനെ അനുജന് ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞിട്ട് അനുജൻ്റെ കുപ്പായത്തിൽ ആടിൻ്റെ രക്തം ഇങ്ങനെ തേച്ചിട്ട് അച്ഛനോട് വന്ന് പറഞ്ഞു, നമ്മുടെ കുട്ടിയെ ചെന്നായ പിടിച്ചു, കുട്ടി പോയി. അച്ഛനെ വിശ്വസിക്കല്ലാതെ വഴിയില്ല. കുട്ടിയുടെ ഷർട്ടിൽ ചോരയുണ്ട്, ചെന്നായ പിടിച്ചു എന്ന് ചേട്ടന്മാരെ പറയണ. വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. പക്ഷേ കിണറ്റിലേക്ക് കൊല്ലാൻ വേണ്ടി എറിഞ്ഞു. ഒരു യാത്രക്കാർ വന്ന് വെള്ളം മുക്കുന്നതിനിടയിൽ കുട്ടിയെ കണ്ടു, രക്ഷപ്പെടുത്തി. കുട്ടി ഈജിപ്തിലെത്തി, കൊട്ടാരത്തിലെത്തി. മുതിർന്നപ്പോൾ കൊട്ടാരത്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുക, ഫൈനാൻസ് മിനിസ്റ്ററൊക്കെ ആയിട്ട് മാറുക.
വലിയ മനുഷ്യനായി, കല്യാണം കഴിച്ചു. അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ടായി, ഒരാൺകുട്ടി. ആൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്നറിയോ? ആ കുട്ടിക്ക് അദ്ദേഹം ഒരു പേരിടുക. എന്താ പേരെന്നറിയോ? മനാസേ. മനാസേ. മനാസേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സാരല്ല, പോട്ടെ, എല്ലാം മറക്കുക എന്ന്. എന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ട്? കുറേ കാലം കഴിഞ്ഞ് ഈ കുട്ടിയോട് നാട്ടുകാർ വന്ന് പറയും, എടാ നിൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാരെയൊക്കെ നിനക്കറിയോ? നിൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളുകളാണ്, നിൻ്റെ അച്ഛനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകളാണ്. അവരോട് മിണ്ടാൻ പാടില്ല, അവരെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, അവരെ മക്കളോട് മിണ്ടാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ഈ കുട്ടി തിരിച്ചു പറയേണ്ട ഒരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് പേര് മനാസേ. സാരല്ല, പോട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ മുഴുവൻ മനുഷ്യരോടും, നമ്മൾ കണ്ടുമുട്ടിയതും കണ്ടുമുട്ടാനിരിക്കുന്നതുമായ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന മുഴുവൻ മനുഷ്യരോടും തുറന്ന മനസ്സോടെ, വിധികളില്ലാതെ, മുൻവിധികളോ വിധികളോ ഇല്ലാതെ, ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ, അവരുടെ രൂപമോ ഭാവമോ രാഷ്ട്രീയമോ ദേശമോ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യൻ എന്ന ഒരൊറ്റ പരിഗണന, മനുഷ്യൻ എന്ന ഒരൊറ്റ പരിഗണന, മനുഷ്യൻ എന്ന ഒരൊറ്റ ആദരം, അത്രയും നിറഞ്ഞ മനസ്സോടെ മുഴുവൻ മനുഷ്യരെയും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ, സ്നേഹിക്കാനല്ല, ദുർബലരായ നമുക്ക് ചിലപ്പോൾ അതൊന്നും കഴിയണമെന്നില്ല, മനുഷ്യരെ സ്വീകരിക്കാൻ കഴിയുന്ന, മുൻവിധികളില്ലാതെ മനുഷ്യരെ സ്വീകരിക്കാൻ കഴിയുന്ന, കുറച്ചുകൂടി തുറന്നൊരു മനസ്സിലേക്ക് വളരാനുള്ള ചുവടുകളായി ഈ ചുവടുകൾ മാറട്ടെ എന്ന് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ബൈബിളിലെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുന്നു. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നതായി സ്വപ്നം കണ്ട ഒരു പ്രവാചകൻ്റെ സ്റ്റോറിയുണ്ട്. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാ? ആ നാട്ടിലെ ഏറ്റവും വലിയ ആൾ. ആ നാട്ടിലെ ഏറ്റവും വലിയ ആളുടെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത്. പ്രതിമ ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ലോഹം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ അവയവം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ. പക്ഷെ ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളിമണ്ണുണ്ട്. ഏതാ അവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്. കാരണം ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും അതിനല്ലേ കിട്ടുക. ഇവിടെ നേരെ തിരിച്ച്, കാൽപാദം കളിമണ്ണുകൊണ്ടും ബാക്കിയുള്ളതൊക്കെ കട്ടിയുള്ള ലോഹം കൊണ്ടും. എന്താ കാര്യം? എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര അറിവുള്ള മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനോ ഭക്തയോ ഒക്കെ ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും, മനുഷ്യനാണോ? അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണിൻ്റെ കാൽപാദം പോലെ ദുർബലമാണ് മനുഷ്യൻ. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് നിവർന്നിരിക്കോ. എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായ സമയം എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് കണ്ണടക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഈശ്വരൻ തന്നിട്ടുള്ളത് പുറത്തെ കാര്യങ്ങൾ കാണാനും, പുറത്തെ കാര്യങ്ങൾ കേൾക്കാനും, പുറത്തെ കാര്യങ്ങൾ ശ്വസിക്കാനുമൊക്കെയാണ്. ഇന്ദ്രിയങ്ങൾ അടച്ചു പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അകത്തെ കാര്യങ്ങൾ കാണുകയും അകത്തേക്ക് കേൾക്കുകയും അകത്തേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ
ആലിംഗനങ്ങൾ ചെയ്യുമ്പോൾ, ചുംബിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പുറത്തെ കാഴ്ചകളിൽ നിന്ന് അകത്തെ അനക്കങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ജീവിതത്തിൽ ഇന്നോളം ആസ്വദിച്ചിട്ടില്ലാത്ത അത്രയും രസത്തോടെ നമ്മുടെ ശ്വാസത്തെ ഒന്ന് അനുഭവിക്കാം. നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള 10,000-കണക്കിന് മനുഷ്യന്മാർ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ശ്വസിക്കാൻ, സുഖമായി ഒന്ന് ശ്വാസമയക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള 10,000-കണക്കിന് മനുഷ്യന്മാർ. തടസ്സങ്ങളൊന്നുമില്ലാതെ ശ്വസിക്കാൻ നമുക്ക് ഉദവി നൽകിയ ആ മഹാശക്തിയോട് നന്ദി പറയാം. ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും രസത്തോടെ നമ്മുടെ ശ്വാസത്തെ അനുഭവിക്കാം. കടമ്മനിട്ടയുടെ ഒരു കവിതയുണ്ട്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളാക്കിയ മുഴുവൻ മനുഷ്യരെയും നന്ദിയോടെ ഓർക്കാം. ഈ ആയുസ്സിൽ നമ്മൾ കണ്ടുമുട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരോട് മനസ്സിൽ നിന്ന് നന്ദി പറയാം. നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ഗുരുനാഥന്മാരെ, നമ്മുടെ മുത്തശ്ശനെ, നമ്മുടെ മുത്തശ്ശിയെ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും നന്ദിയോടെ ഓർക്കാം. എന്നിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് തൊടാം, ടച്ച് ചെയ്യാം. ആരാണോ അടുത്തുള്ളത് അയാളെ ഒന്ന് സ്നേഹത്തോടെ നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാം. നമ്മൾ ഈ തൊട്ട് നിൽക്കുന്നതൊരു മനുഷ്യനെയാണ്. ഈ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ഒരു പ്രതിനിധിയായിട്ട് കാണാം. നമ്മുടെ ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി ഒരാൾ നമ്മളെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ മനുഷ്യനോട് നമുക്ക് പറയാനുള്ളതൊരൊറ്റ കാര്യമേ ഉള്ളൂ. അത് മനസ്സിൽ ഇങ്ങനെ കുറിച്ചിടുക. നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ രോഗങ്ങളിൽ ഞാൻ നിങ്ങളെ വിട്ടുപോവുകയില്ല. നിങ്ങളുടെ നഷ്ടങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ തോൽവികളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ജയങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിട്ട് പിരിഞ്ഞോളൂ. പക്ഷേ നിങ്ങൾക്ക് സങ്കടം വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഓടിക്കയറാൻ ഞാനുണ്ടാവും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കളിമണ്ണിൻ്റെ കാൽപാദം കാരണം ജീവിതത്തിൽ എന്നൊക്കെ നിങ്ങൾ ഇടറിപ്പോകുമ്പോഴും
നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാൻ നിങ്ങളെ വിട്ടുപോവുകയില്ല എന്ന വാഗ്ദാനമാണ് നമ്മുടെ ആയുസ്സിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും, ചങ്ങാതിമാരായും സുഹൃത്തുക്കളായും കുടുംബക്കാരായും ഇണയായും മക്കളായും ആരൊക്കെയായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു എന്ന് ബാലേട്ടനിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മോഹൻലാൽ പാടുന്ന പാട്ടില്ലേ, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക, മുതിർന്ന കാലടികളും തെറ്റും. കാലടികൾ തെറ്റുമ്പോഴും വീഴാതെ അയാളെ കാത്തുരക്ഷിക്കാൻ നമ്മുടെ കൈ അയാൾക്ക് എപ്പോഴും ഇതുപോലെ അയാളുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ ഒരു വാഗ്ദാനം നമ്മുടെ മുഴുവൻ മനുഷ്യർക്കും, നമ്മുടെ മനുഷ്യർക്ക് കൊടുക്കാനുള്ളൊരു സംഗമമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ പതുക്കെ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ഈ തൊട്ട മനുഷ്യനെ കൈകൂപ്പുകയോ ഷെയ്ക്കാൻഡ് കൊടുക്കുകയോ ഹഗ് ചെയ്യുകയോ എങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക, അങ്ങനെ ഒരു സ്നേഹപ്രകടനത്തോടെ അതിമനോഹരമായ ഈ സന്ധ്യയിൽ ഒരുമിച്ച് കൂടൽ നമുക്ക് മനോഹരമാക്കാം. താങ്ക് യു. സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ നിലാവ് പൊഴിച്ച നനവിൻ്റെ ഈ വാക്കുകൾക്ക് നന്ദി. പ്രിയപ്പെട്ട